നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് ലോക മാതൃദിനമാണല്ലോ. എല്ലാ അമ്മമാർക്കും സഭയുടേതായ വ്യക്തിപരമായ എല്ലാവിധമായ ആശംസകളും അർപ്പിച്ച് കൊള്ളുന്നു. ജീവിത യാത്രയിൽ ദൈവം നൽകിയതായ സൃഷ്ടി പ്രക്രിയയിൽ അമ്മമാരുടെ റോൾ എത്രയോ വലുത് എന്ന് നമുക്ക് ഓർക്കാം. തീർച്ചയായിട്ടും ലോകം ആഹ്വാനമുള്ള മാതൃജനങ്ങളെ, ജനനികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ അമ്മമാരെ ഓർത്ത്, നമ്മുടെ ദേശത്തിലെ അമ്മമാരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ച സ്വർഗാരോഹണ നാൾ ആയിരുന്നുവല്ലോ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും അത് പ്രാപിക്കുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടം, സീസണാണല്ലോ ഉയർപ്പിന് ശേഷമുള്ള ഈ കാലഘട്ടം. ഏത് കാലഘട്ടങ്ങളിലും ഏത് സമയത്തും ദൈവകൃപയുടെ നടത്തിപ്പും ദൈവശക്തി പ്രാപിക്കലും നമുക്ക് സാധ്യമാണ്. എങ്കിലും സഭാപരമായി നമ്മൾ പ്രത്യേക സീസൺ ക്രമീകരിച്ചിരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളും പരിശുദ്ധാത്മശക്തിയെ പ്രാപിക്കുന്നതിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതുമായ അവസരങ്ങൾ ആണല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടും മരണവും അത് പലർക്കും വേദനയും പലർക്കും നിരാശാബോധവും പ്രദാനം ചെയ്ത ഒരു സംഭവമായിരുന്നെങ്കിലും കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ച പോലെ തന്നെ ഏറ്റവും ഭയവിഹുലരായി കഴിഞ്ഞതായ ആളുകളുടെ മധ്യത്തിൽ പുനരുദ്ധാനം ചെയ്ത യേശു കർത്താവ് അവിടുന്ന് പ്രത്യക്ഷനാകുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ചെയ്തതായ സംഭവങ്ങളാണല്ലോ നമ്മൾ വായിച്ച് കേട്ടത്. ഇന്ന് പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് എന്ന വിഷയമാണ്. അത് പുതിയ വിഷയമല്ല, സഭയുടെ അടിസ്ഥാനപരമായ ഒരാവശ്യം കൂടെയാണ് അത്. എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന, എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്വഭാവം മനുഷ്യനിൽ ഉണ്ട്. മനുഷ്യനിൽ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളിലും ജന്തുക്കളിലും അത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രതീക്ഷയുള്ള കാര്യത്തിനു വേണ്ടി നമ്മൾ എത്രയോളം കാത്തിരിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും അക്ഷമനായിരിക്കുന്ന മനുഷ്യന് ദൈവം അവന് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അത് ആ ഒരു കാര്യം ജീവിതത്തിൽ ലഭ്യമാകാതെ വരുമ്പോൾ, സമയം നീണ്ടുപോകുമ്പോൾ മനുഷ്യൻ പിറുപിറുക്കുകയും ക്ഷമയില്ലാതാവുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പ്രതീക്ഷയുള്ള പല കാര്യങ്ങളും നമുക്കത് ലഭിക്കാതെ വരുന്നതായ സമയങ്ങളിൽ മനുഷ്യൻ പലപ്പോഴും പരിഭവമുള്ളവനായി മാറാറുണ്ട്. അതും സ്വാഭാവികം. എന്നാൽ ഒരു അപ്പൻ മക്കൾക്ക് തരാം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അത് പലപ്പോഴും നീണ്ടുപോകുമ്പോൾ മക്കൾ തന്നെയും പരിഭവിക്കാറുണ്ട്. മാതാപിതാക്കൾക്ക് അവരോട് എതിർക്കാറുണ്ട്. ഒരുപക്ഷെ അവരെ മനസ്സുകൊണ്ടെങ്കിലും ശപിക്കാറുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നതായ പ്രത്യേക നിർദ്ദേശങ്ങളിൽ ഒന്നാണ് നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളത്. എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? ഇന്ന് വായിച്ച എല്ലാ വേദഭാഗങ്ങളിലും നമുക്ക് ഈ മനോഹരമായ ചിന്താവിഷയത്തിൻ്റെ അംശങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗമാണ് 2-ാം പാഠമായി ഇന്ന് വായിച്ചു കേട്ടത്. നാം കഴിഞ്ഞ ആഴ്ചയും ധ്യാനിച്ചുവല്ലോ. യേശു കർത്താവ് അവിടുന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി.
കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിലും ധ്യാനിച്ച വിഷയമാണ് കർത്താവായ യേശുക്രിസ്തു 40 നാളോളം വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷനായ ആ ഒരു പ്രത്യക്ഷതയെ സംബന്ധിച്ച് അവിടെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അനേക ദൃഷ്ടാന്തങ്ങളാൽ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടും അവിടുന്ന് ജീവിച്ചിരിക്കുന്നുവെന്ന് അവിടുന്ന് പലർക്കും വെളിപ്പെടുത്തി, ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ആ വെളിപ്പെടുത്തലിൽ പ്രധാനമായും ഇവിടെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ യേശു കർത്താവ് ഓർപ്പിക്കുന്ന, അവർക്ക് തന്നെ വെളിപ്പെടുത്തുന്നതായ സമയത്ത് യേശു തന്നെ ഓർപ്പിക്കുന്നു. അതിൻ്റെ 4-ാം വാക്യം മുതൽ, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ്, വെയിറ്റിംഗ് അപ്പോൾ ഹോളി സ്പിരിറ്റ് എന്ന വിഷയം പഠിക്കുമ്പോൾ അവിടെ കാണുന്നതായ മഹനീയമായ കാര്യം അതാണ്. എന്തിനു വേണ്ടി കാത്തിരിക്കണം? എന്തിനു വേണ്ടി കാത്തിരിക്കണം? നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ, നിങ്ങളായിരിക്കുന്നത് യെരൂശലേമിലാണ്. അവിടെ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ പ്രോമിസിനായി, വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കേട്ട, അതായത് എന്നോട് കേട്ട, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട, അപ്പൻ നിങ്ങൾക്ക് തരാം, പിതാവ് നിങ്ങൾക്ക് തരാം. പിതാവ് വാഗ്ദത്തം ചെയ്ത ഒന്നുണ്ട്, ഒരു പ്രോമിസ് ഉണ്ട്. അതിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കളോ മുതിർന്നവരോ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയിട്ട് തിരികെ വരുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് കാണുമ്പോൾ, അല്ല ഗിഫ്റ്റോ മറ്റെന്തെങ്കിലുമോ കുട്ടികൾക്ക് മേടിക്കുവാൻ പേരൻസിന് കഴിയാതെ വരികയും അവർക്കത് സാധ്യമാകാതെ വരികയും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ മാനസികമായ വേദന നമുക്ക് അറിയാം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈ ലോകപ്രകാരം അങ്ങനെയാണ് എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ സർവ്വത്തെയും സൃഷ്ടിച്ച പിതാവാം ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവൻ്റെ മക്കളാകുന്നവർക്ക്, അവനിലൂടെ ദൈവമക്കളാകുന്നവർക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്തതിനെ അതിനുവേണ്ടി മക്കൾ കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ, പിതാവ് നൽകാമെന്ന് പറഞ്ഞതിനു വേണ്ടി മക്കൾ കാത്തിരിക്കണം. ഇതാണ് ഇവിടെ പ്രധാനമായി, ലളിതമായും ഗൗരവപരമായും ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്താണ് പിതാവ് പുത്രനിലൂടെ നൽകാം എന്ന് വാഗ്ദത്തം ചെയ്തത്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. നമുക്കറിയാവുന്ന വിഷയമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. താഴേക്ക് വായിക്കുന്നു 17-ാം വാക്യം, യോഹന്നാൻ 11. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാൻ ഉണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിയുകയില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഞാൻ പിതാവിനോട് ചോദിക്കും എന്നാണല്ലോ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിതാവിനോട് ചോദിക്കും. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ബലഹീനരായ മനുഷ്യന്, വഴിയറിയാതെ ഭാരപ്പെടുന്ന മനുഷ്യന്, പാത തെറ്റിയോടുന്നതായ മനുഷ്യന് ശരിയായ പാത നൽകുവാൻ, സത്യമാർഗത്തിൽ മുൻപോട്ട് പോകുവാൻ സത്യാത്മാവിനെ, കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ ഞാൻ ചോദിച്ചു വാങ്ങിത്തരാം.
ഞാൻ നൽകാം എന്ന് അരുളി ചെയ്തതായ വാഗ്ദത്തം അത് പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. സഭയുടെ അടിസ്ഥാനവും അതുതന്നെ. പെന്തക്കോസ്ത് നാളിൽ സഭയുടെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സത്യാത്മാവിൻ്റെ, ആ പരിശുദ്ധാത്മാവാം കാര്യസ്ഥൻ്റെ ആഗമനം, ആ കാര്യസ്ഥനെ സ്വീകരിച്ചതായ കൂട്ടത്തിൻ്റെ അനുഭവം, അത് സഭയുടെ ആരംഭമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ആധുനിക കാലഘട്ടങ്ങളിലും നമുക്കൊരു സഭയായി, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയായി, വിശ്വാസികളുടെ കൂട്ടമായി, വിളിക്കപ്പെട്ടവരുടെ കൂട്ടമായി, എക്ലീസിയ ആയി നമുക്ക് മുൻപോട്ട് പോകുവാൻ തീർച്ചയായിട്ടും ഈ കാത്തിരിപ്പ് വളരെ ആവശ്യമായിരിക്കുന്നു. മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും വാസം ചെയ്യുകയില്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രത്യേക നിമിഷങ്ങളിൽ, ചില നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും അഭിഷേകം പ്രാപിച്ചിരിക്കാം. എന്നാൽ ആ കൃപ അത് അധികമധികം മനുഷ്യനിൽ നിലനിൽക്കേണ്ടതിനും ആ കൃപയുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് ജീവിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് പിതാവ് വാഗ്ദത്തം ചെയ്തത് സത്യ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ തന്നെയാണ്. അത് പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. ക്ഷീണിച്ചും മന്ദീഭവിച്ചും ഉറങ്ങിയും പോകുന്നതായ ഈ കാലഘട്ടങ്ങളിൽ, ജീവിത പ്രതിസന്ധികളിൽ വാടിപ്പോകുന്നതായ ഈ കാലഘട്ടങ്ങളിൽ, ഈ പകലിൽ നാം ഉറങ്ങാതെ തളർന്നു പോകാതെ നമുക്ക് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമായിരിക്കുന്നു. പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ കാത്തിരിക്കുവാൻ, നൽകാമെന്ന് പറഞ്ഞതിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിക്കുവാൻ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. കാത്തിരിക്കും വിശുദ്ധരെ ചേർക്കുന്ന കാഹളം മുഴങ്ങിടറ, കാത്തിരിക്കും വിശുദ്ധരെ ചേർക്കുന്ന കാഹളം മുഴങ്ങിടറ. ഈ പകലിൽ നാം ഉറങ്ങാതെ, ഈ പകലിൽ നാം തളരാതെ, ഈ പകലിൽ നാം ഉറങ്ങാതെ, ഈ പകലിൽ നാം തളരാതെ. ഉഷസ്സനായി കാത്തിരിക്കുന്നവരേക്കാൾ കാത്തിരുന്ന് വെമ്പൽ കൊള്ളുന്നതായ, കർത്താവിനായി കാത്തിരിക്കുന്ന, അവിടെ നൽകാമെന്ന് പറഞ്ഞതിന് വേണ്ടി കാത്തിരിക്കുന്ന, ഉറങ്ങാതെയും മയങ്ങാതെയും മുൻപോട്ട് പോകുന്ന വിശ്വാസികളുടെ കൂട്ടമായി, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയായി നമ്മുടെ കത്തീഡ്രൽ കുടുംബവും മുൻപോട്ട് പ്രയാണം ചെയ്യുവാൻ കർത്താവിനോട് കൂടുതലായി പ്രാർത്ഥിക്കാം. നാം തീർച്ചയായിട്ടും കാത്തിരുന്നേ മതിയാവുകയുള്ളൂ. വേഗതയുള്ള ഈ ലോകത്തിൻ്റെ ലോഹക്രമങ്ങളിൽ ലഭിക്കുന്ന സമയം കൂടുതലായി നമുക്ക് മറ്റ് വിഷയങ്ങളിൽ ഏർപ്പെടുവാൻ നിർബന്ധിതമാകുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിന് വേണ്ടി, ആ കാര്യസ്ഥന് വേണ്ടി കാത്തിരിക്കുവാൻ, പിതാവ് വാഗ്ദത്തം ചെയ്തതിന് വേണ്ടി കാത്തിരിക്കുവാൻ ഇവിടെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. എന്തിനു വേണ്ടി? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധം ഈ കാര്യസ്ഥൻ നമുക്ക് നൽകും. നമ്മുടെ കാര്യങ്ങൾ നോക്കുവാൻ കാര്യസ്ഥനായി, ദൈവമായി, ദൈവമാത്മാവായി നമ്മോടുകൂടെ ആയിരിക്കേണ്ടത് ആയിരിക്കുന്നുവല്ലോ. ഈ ഒരു സന്നിഗ്ധ ഘട്ടങ്ങളിൽ, ജീവിതത്തിൻ്റെ വളരെയേറെ പ്രതിസന്ധികളിൽ വഴിയറിയാതെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യസ്ഥനെ പ്രാപിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഏത് പാപിയുടെയും, ഏത് തളർന്നുപോയ മനുഷ്യൻ്റെയും സ്റ്റുവാർഡായി, അവന് ആലോചന നൽകുവാൻ, ആലോചനക്കാരനായി, സത്യാത്മാവാം ദൈവമായി ഈ കാര്യസ്ഥനെ പ്രാപിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു. കാരണം മക്കൾക്ക് നൽകാം എന്നാണ് പിതാവ് പുത്രനിലൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പ് എന്ന വിഷയത്തിലെ അടിസ്ഥാനപരമായ കാര്യവും ഇതുതന്നെയാണ്. പിതാവ് വാഗ്ദത്തം ചെയ്തതിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത്. രാവിലെയും ധ്യാനിച്ച വിഷയമാണിത്. രണ്ടാമത്തെ കാര്യം 6-ാം വാക്യം മുതൽ കാണുന്നു. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ
അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, തീർച്ചയായിട്ടും റോമൻ ഭരണകീഴിൽ ആയിരുന്നതായ എത്രയോ ശത്രു രാജ്യത്തിൻ്റെ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചുകൊണ്ടേ വരുമ്പോൾ മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെട്ടതായ ഒരു സമൂഹമായിട്ട് ആണല്ലോ നമ്മൾ ഇസ്രായേലിനെ കാണുന്നത്. അവർക്ക് പാലും തേനും ഒഴുകുന്നതായ ദേശം മഹാപരിശുദ്ധനായ ദൈവം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം നൽകി. എന്നാൽ എത്രയോ ശത്രുരാജ്യങ്ങളുടെ ആക്രമണങ്ങളിലൂടെ കടന്നുപോയ ചരിത്രമാണ് ഇസ്രായേൽ ചരിത്രത്തിൽ ഉള്ളത് എന്ന് കാണാം. രാഷ്ട്രങ്ങളുടെ പേര് പറയുവാൻ, ശത്രുരാജ്യങ്ങളുടെ പേര് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തങ്ങൾക്ക് തന്നെ ഒരു രാജ്യം യഥാസ്ഥാനപ്പെടണമെന്നുള്ളതായ വലിയ ചിന്തയിൽ ഓരോ യഹൂദനും ആയിരുന്നു, ഇപ്പോഴും ആയിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ എപ്പോഴാണ് കർത്താവേ ഞങ്ങൾക്ക് ഒരു രാജ്യം യഥാസ്ഥാനപ്പെടുന്നത്? അപ്പോൾ ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കാത്തിരിപ്പ്, ഒരു യഥാസ്ഥാനപ്പെട്ട രാജ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതൊരു സമൂഹത്തിൻ്റെ പൊതുവിലുള്ള പ്രത്യാശയാണ്. ലോക രാഷ്ട്രങ്ങളെ നമ്മൾ പരിശോധിക്കുന്നതായ സമയത്ത് തങ്ങളുടേതായ രാജ്യം സ്ഥാപിതമാകുന്നതിന് വേണ്ടി, തങ്ങൾക്ക് സ്വതന്ത്രമായ രാജ്യം ലഭിക്കേണ്ടതിന് വേണ്ടി ഇന്നും എത്രയോ രാജ്യങ്ങൾ പോരാട്ടഭൂമിയിലാണ് എന്ന് കാണുവാൻ കഴിയും. ശത്രു മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രം മറ്റ് ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് ഈ ഒരു അധിനിവേശ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, എന്നാണ് ഒരു രാജ്യം ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ എല്ലാ രാഷ്ട്രങ്ങളിലുമുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എത്രയോ രാജ്യങ്ങൾ അവരെ ആക്രമിച്ച് അവരെയും അവരുടെ ആലയത്തെയും നശിപ്പിച്ച് അവരെ പ്രവാസികളായി കൊണ്ടുപോകുകയും, വീണ്ടെടുക്കപ്പെട്ടതായ ജനം പ്രവാസികൾ മടങ്ങി വന്ന് വീണ്ടും ആലയം പണിയുകയും വീണ്ടും താമസിക്കുകയും ചെയ്യും, വീണ്ടും അവർ ശത്രുക്കളുടെ ആക്രമണത്തിനിരയാകുകയും ചെയ്ത സംഭവങ്ങൾ തന്നെയാണ് ഏത് രാഷ്ട്രങ്ങളെയും പോലെ തന്നെയും മാത്രമല്ല ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റോമൻ എംപയറിൻ്റെ സ്വാധീനത്തിൽ വളരെ ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സ്വതന്ത്രമായ അധികാരങ്ങളോ അവകാശങ്ങളോ നഷ്ടപ്പെട്ടിരിക്കുന്നതായ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികളായി ഇവിടെ ഈ ജനം, ഈ ശിഷ്യർ യേശുവിനോട് ചോദിക്കുകയാണ്, എന്നാണ് ഒരു രാജ്യം യഥാസ്ഥാനപ്പെടുന്നത്, ഞങ്ങൾക്കൊരു രാജ്യമുണ്ടാകുന്നത് എന്താണ്? അപ്പോൾ ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഈ ലോകപ്രകാരം ഒരു രാഷ്ട്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഒരു വലിയ പ്രതീക്ഷയുണ്ട്. നമ്മുടെ രാജ്യം, ആ നിത്യ രാജ്യം, ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ എന്ന് കർത്താവ് ഓർപ്പിക്കുമ്പോൾ തന്നെ ഈ രാഷ്ട്രത്തിൽ തന്നെ ഓരോ വ്യക്തിയും സർവാധികാരിയായ സോവറിൻ ഗോഡിൻ്റെ സ്വാധീനത്തിൽ വരുന്നതായ ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ചാണ് ഈ ഒരു കാത്തിരിപ്പിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദുഷ്ടശക്തികളുടെ സ്വാധീനത്തിൽ, ദോഷൈകമായ ആ ഒരു സ്വാധീന വലയത്തിൽ വീണുപോയിരിക്കുന്ന മനുഷ്യന്, യുവതലമുറകൾക്ക്, പ്രായഭേദമന്യേ സകല മനുഷ്യർക്കും ദോഷശക്തികളുടെ സ്വാധീനത്തിൽ നമുക്ക് സ്വയമേയുള്ള വിൽ പവർ ഉണ്ട് എങ്കിൽ തന്നെയും പൗലോസ് പറയുന്ന പോലെ ഞാൻ ഇച്ഛിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്, പലതിനും വിധേയമായിട്ട് ഞാൻ ഇച്ഛിക്കുന്ന എതിരെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ധാരാളം ആവേശമുണ്ട് ഉള്ളിൽ, നന്മ ചെയ്യുവാൻ എനിക്ക് ധാരാളം ഉത്സാഹമുണ്ട്, ധാരാളം താല്പര്യം എന്നിലുണ്ട്. എന്നാൽ പലപ്പോഴും
ചെയ്തു പോകുമ്പോൾ അത് തിന്മപ്രവർത്തികളായി മാറ്റപ്പെടുന്നു. ഇത് വലിയ പ്രതിസന്ധിയാണ്. ഇനിയുള്ള കാലം ഒരു പുതുവർഷമൊക്കെ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലതായി ജീവിക്കാമെന്ന് തീരുമാനം എടുക്കാറുണ്ടല്ലോ. ഒരു നല്ല മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ തന്നെ സമർത്ഥിക്കാറുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്ക് വരുമ്പോൾ, വെല്ലുവിളികളുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ദോഷകമായ സ്വാധീനങ്ങളിൽ വിധേയപ്പെട്ടു പോകുന്നു. അവിടെയാണ് രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ ഈ ലോകത്തിൽ വെച്ച് തന്നെ സഫലമാകുന്ന വർത്തമാനകാല അനുഭവം ഉണ്ടാകേണ്ടത് എന്നിവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നാം വായിക്കുന്ന പോലെ അത്യുന്നതൻ്റെ മറവെങ്കിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ തന്നെ, ദൈവിക ആധിപത്യത്തിന് കീഴിൽ തന്നെ, ദൈവിക ഭരണത്തിന് കീഴിൽ തന്നെ, ദൈവിക ഇഷ്ടത്തിന് വിധേയമായിട്ട് തന്നെ ഒരു വ്യക്തി സഞ്ചരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നാശമാർഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് രക്ഷാനുഭവത്തിൽ പ്രയാണം ചെയ്യുമ്പോൾ അത് ദൈവരാജ്യ യഥാസ്ഥാപനത്തിൻ്റെ വർത്തമാനകാല അനുഭവമാണ് ഈ ഭൂമിയിൽ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും നിൻ്റെ രാജ്യം വരയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൽ ദൈവീയാധിപത്യം നമ്മിൽ തന്നെ ആയിത്തീരുന്ന അനുഭവം തന്നെയാണ് അത്. ആ അനുഭവം ദൈവരാജ്യാനുഭവം, രാജ്യത്തിൻ്റെ യഥാസ്ഥാനപ്പെടൽ എന്ന് കാണുവാൻ കഴിയും. നാം ഓരോരുത്തരും ക്രിസ്തുവിൽ യഥാസ്ഥാനപ്പെടുമ്പോൾ അവിടെ ദൈവരാജ്യം യഥാസ്ഥാനപ്പെടുകയാണ് ഈ ഭൂമിയിൽ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ പാനീയമോ അല്ല, പിന്നെ എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ എന്ന ആ വചനപ്രകാരം തന്നെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ യഥാസ്ഥാപനത്തെക്കുറിച്ചുള്ള വർത്തമാനകാല അനുഭവത്തിൽ നമുക്ക് ആയിത്തീരുവാനായിട്ട് സാധിക്കും. രണ്ട് പ്രതീക്ഷകളാണ് ഇവിടെ പരിശുദ്ധാത്മാവിനായുള്ള കാത്തിരിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ രണ്ട് വിധത്തിലുള്ള കാത്തിരിപ്പാണ് നമ്മളിവിടെ കണ്ടത്. ഒന്ന്, പിതാവിൻ്റെ വാഗ്ദത്തത്തിനായുള്ള കാത്തിരിപ്പ്. രണ്ടാമത്, രാജ്യത്തിൻ്റെ യഥാസ്ഥാപനത്തിനായുള്ള കാത്തിരിപ്പ്, ദൈവരാജ്യത്തിൻ്റെ യഥാസ്ഥാപനത്തിനായുള്ള അല്ലെങ്കിൽ സ്ഥാപനത്തിനായുള്ള കാത്തിരിപ്പ് എന്ന് കാണുവാൻ കഴിയും. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, എന്നാൽ അതിലേക്ക് നമ്മൾ യഥാസ്ഥാനപ്പെടുന്നതായ അനുഭവമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അവസാനമായി ഒരു ആശയം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതിൻ്റെ 8-ാം വാക്യം, പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. യഹൂദിയിൽ സമ്മതിക്കാം, കാരണം ഇത് യഹൂദന്മാരാണല്ലോ. എന്നാൽ മറ്റ് രണ്ട് കാര്യങ്ങൾ അത് യഹൂദനൊരിക്കലും ഓർക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. തങ്ങൾക്ക് പുറത്തുള്ളതായ രക്ഷയെ സംബന്ധിച്ച്, തങ്ങൾക്ക് പുറത്തുള്ളവരെ ദൈവം യഹോവ അംഗീകരിക്കുന്നതിനെക്കുറിച്ച് അവർക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ സാധ്യമാകുന്ന ഒന്നായിരുന്നില്ല എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ട് തങ്ങളുടെ ബൗണ്ടറിക്ക് അപ്പുറമായി ഉള്ളവരെ തങ്ങൾ അകലം പാലിച്ചവരുടെയിലും സാക്ഷികളാകണം. ഭൂമിയുടെ അറ്റത്തോളം എന്ന് പറയുമ്പോൾ എത്രയോ ജാതി, ഉപജാതി, എത്രയോ വിഭാഗങ്ങൾ, വംശങ്ങൾ, ഗോത്രങ്ങൾ, ഭാഷക്കാർ, എത്രയോ ആളുകളുണ്ട് ഭൂമിയുടെ അറ്റത്തോളം, ലോകത്തിൻ്റെ അറ്റത്തോളം, എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ എത്രയോ ആളുകളുണ്ട്. അവിടെയെല്ലാം സാക്ഷികളാകുവാൻ, വിഭാഗീയത മറന്ന് അവിടെയെല്ലാം സാക്ഷികളാകുവാൻ ഒരു കാര്യം ആവശ്യമാണ്, അത് ശക്തിയാണ് എന്നിവിടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ആ ശക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്നും കൂടെ ഈ വിഷയത്തോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ശക്തിയാണ് എല്ലാ വേർതിരിവുകളെയും മാറ്റുന്നത്, എല്ലാ അതിർവരമ്പുകളെയും തകർക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. നാം പാടിയ പാട്ടും അതാണല്ലോ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്നുള്ളതായ പാട്ട് നമ്മൾ പാടുന്നുണ്ടല്ലോ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ എന്നുള്ളതായ മനോഹരമായ പാട്ട് നമ്മൾ ആ വിഷയത്തോടനുബന്ധിച്ച് പാടാറുണ്ട്. ഞാൻ നിത്യതയിൽ വന്നു ചേരും വരെയും ആ ശക്തി എനിക്ക് ഈ ഭൂമിയിൽ ആവശ്യമാണ് എന്ന് നമ്മൾ പാട്ടിലൂടെ പാടുന്നു. അതുകൊണ്ട് ശക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അനേകർ തകർന്നു പോകും, അനേകർ ക്ഷീണിച്ചു പോകും, അനേകർ തളർന്നു പോകുമെന്ന് നാം ഇന്ന് വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും നമ്മൾ വായിച്ച്
കേൾക്കുകയുണ്ടായല്ലോ. അവിടെയെല്ലാം ക്ഷീണിച്ചു പോകുന്നവർക്ക്, തളർന്നു പോകുന്നവർക്ക് ശക്തി പകരുന്നതായ, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ബലം നൽകുന്നതായ ആ മർമ്മത്തെ അവിടെ കാണുവാൻ കഴിയും. അതും എങ്ങനെയാണ്? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നുള്ളതാണല്ലോ. അവിടെയെല്ലാം കാത്തിരിപ്പിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷമനായ മനുഷ്യന് എങ്ങനെയാണ് ഈ ലോകത്തിൽ ഇനിയും കാത്തിരിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഇത്രയും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യന്, ഇത്രയും തകർന്നുപോയ മനുഷ്യന്, ഇത്രയും ദുഃഖങ്ങൾ, അപമാനങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന് ഇനിയും എങ്ങനെയാണ് കാത്തിരിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള ഒരു സ്വാഭാവികമായ വെല്ലുവിളിയും കൂടെ ഇവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ തീർച്ചയായും അതാവശ്യമാണ് എന്ന് മനസ്സിലാക്കാം. ദാവീദും കോരഹപുത്രന്മാരും ആസാഫുമൊക്കെ പല സമയങ്ങളിലും അവസാനം അവർ ഇടം കണ്ടെത്തിയത് ദൈവമുമ്പാകെ മുട്ടുമടക്കിയപ്പോഴാണ് എന്ന് കാണുവാൻ കഴിയും. ഈ ലോകത്തിൻ്റെ ആഡംബരത്തിലും, ഈ ലോകത്തിൻ്റെ വേഗതയിലും, ഈ ലോകത്തിൻ്റെ പോക്കിലുമെല്ലാം ലോകത്തോട് ചേർന്ന് ഓടുന്നതായ മനുഷ്യന്, ലോക മോഹത്തോട് ചേർന്നോടുന്ന മനുഷ്യന്, അവൻ അതിന് പിറകെ പോയി പരാജയം ഏറ്റുവാങ്ങുമ്പോൾ, അവൻ പലപ്പോഴും സ്വയം നശിക്കുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ, ഭക്തന്മാർ പലരും ചെയ്തത് അങ്ങനെയായിരുന്നില്ല. കടന്നുപോയ വഴികളിലെ, ദൈവത്തെ മറന്നുപോയ നാളുകളിലെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് അവസാനം ദൈവമുമ്പാകെ ദൈവസന്നദ്ധയിൽ വന്ന് മുഴങ്കാൽ മടക്കി കർത്താവിനായി കാത്തിരുന്നതായ, കാത്തിരുന്ന് വിടുതൽ പ്രാപിച്ചതായ, കാത്തിരുന്ന് സൗഖ്യം പ്രാപിച്ചതായ, കാത്തിരുന്ന് ശക്തി പ്രാപിച്ചതായ ഭക്തന്മാരുടെ ചരിത്രമാണ് നമുക്കും സഭയിലും സഭാചരിത്രത്തിലും വിശ്വാസികളുടെ ചരിത്രത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇനിയുള്ള സമയങ്ങളിലും ഓർപ്പിക്കട്ടെ, വളരെ ശക്തമായി ഓർപ്പിക്കട്ടെ, പേടിപ്പിക്കുകയല്ല, നമുക്ക് ഇന്ന് കാണുന്നതായ ഈ സ്വാതന്ത്ര്യം അധികമില്ല എന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് സ്വതന്ത്രമായിരുന്ന് ആരാധിക്കുവാനുള്ള ആലയം, ഈ ബിൽഡിംഗ്, നമ്മുടെ പ്രോപ്പർട്ടികൾ, നമ്മുടെ വസ്തുവകകൾ നമുക്കിനി എത്ര കാലം നമ്മുടേത് എന്ന് പറഞ്ഞ് പോകുവാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടെ ഉണ്ട്. നമുക്കറിയാമല്ലോ സഭകളിൽ ഇന്നുണ്ടാകുന്നതായ പ്രതിസന്ധികൾ. CSI സഭ മാത്രമല്ല, അനേക സഭകളിലും പ്രതിസന്ധികളുണ്ട്. എന്നാൽ അവിടെയെല്ലാം നമുക്ക് ആത്യന്തികമായി ജയം കർത്താവ് നൽകും, യാതൊരു സംശയമില്ല. എന്നാൽ ഓർപ്പിക്കുന്ന കാര്യം, നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്രമായ സമയങ്ങൾ, ഉപവാസ പ്രാർത്ഥനയ്ക്കായി വെള്ളിയാഴ്ച തോറും, വിശുദ്ധ ആരാധനയ്ക്കായിട്ട് ഞായറാഴ്ച തോറും, അതുപോലെ മറ്റ് ശുശ്രൂഷകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ സമയങ്ങൾ നമ്മുടെ ആലയത്തിൽ നമ്മൾ വരുന്നു എന്നുള്ളതായ ചിന്ത ഇനി എത്ര നാൾ എന്നതും ഒരു ചോദ്യമാണ്. ലഭിക്കുന്നതായ ഈ അവസരങ്ങളിൽ കാത്തിരിക്കാം, എവിടെയും കാത്തിരിക്കാം. ഒരു ബിൽഡിംഗ് വേണം എന്ന് നിർബന്ധമില്ല. ഈ ദേവാലയത്തിൻ്റെ മുമ്പിൽ മരത്തണലിൽ മുട്ടുമടക്കി അനേകർക്ക് വേണ്ടി കൃപ പ്രാപിച്ച് പ്രാർത്ഥിച്ച് അനേകർക്ക് വേണ്ടി സൗഖ്യദായക ശുശ്രൂഷ നിർമ്മിച്ചതായ പെക്കങ്കാം ബിഷപ്പിനെ പോലുള്ളതായ ആളുകളുടെ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് മുട്ടുമടക്കുവാൻ ധാരാളം സമയമുണ്ട്, ധാരാളം ഇടങ്ങളുണ്ട്, ധാരാളം സാഹചര്യങ്ങൾ ഇന്നുമുണ്ട്. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നിരാശരായി നാം ഒറ്റയ്ക്ക് ഏകമായി പോകേണ്ടവർ അല്ല, ഒതുങ്ങിപ്പോകേണ്ടവരല്ല. വ്യക്തികളായും സമൂഹമായും ഇനിയും മുട്ടുമടക്കുവാൻ, കാത്തിരിക്കുവാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അങ്ങനെ കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കുമ്പോൾ, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ കാത്തിരുന്ന് പ്രാപിക്കുമ്പോൾ, ദൈവിക ആധിപത്യത്തിന് കീഴിൽ നാം യഥാസ്ഥാനപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, അവിടെ ഐക്യതയുണ്ട്, അവിടെ പ്രത്യാശയുണ്ട്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കഴുകനെ പോലെ ഗമിക്കും. മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാൻ, മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാൻ. യേശു എൻ്റെ അടിസ്ഥാനം,
ആശ്രയമവനിലത്രേ. അവനെന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. അവനെന്നെ വഴി നടത്തും അലയാതെ മരുഭൂമിയിൽ. പിതാവ് വാഗ്ദത്തം ചെയ്തതിനു വേണ്ടി, രാജ്യം യഥാസ്ഥാപനപ്പെടുന്നതിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിലൂടെ നാം എന്തിനു വേണ്ടി കാത്തിരിക്കുന്നുവോ അത് പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുവാനും നമുക്ക് കൃപയും ബുദ്ധിയും ശക്തിയും ജ്ഞാനവും ദൈവം നൽകുന്നു. അതാണ് നമ്മൾ പാടിയത്. കർത്താവിൻ്റെ വരവിനായുള്ള കാത്തിരിപ്പും ഒരുക്കം, ഒരു മണവാട്ടിയുടെ കാത്തിരിപ്പ്, മണവാളിന് വേണ്ടിയുള്ള മണവാട്ടിയുടെ കാത്തിരിപ്പ്, സഭയുടെ പ്രത്യാശയും സഭയുടെ പ്രതീക്ഷയും അതാകുന്നുവല്ലോ. ഈ ലോകത്തിലെ വസ്തുവകകളോ ഈ ലോകത്തിലെ മറ്റോ ഒന്നിനുമല്ല കാത്തിരിപ്പല്ല. വീണ്ടും വരുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമുക്ക് വേണ്ടി ജീവൻ നൽകിയവൻ, മരണത്തെ ജയിച്ചവൻ, ഉയർത്തവൻ, ആരോഹണം ചെയ്തവൻ, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്തവൻ, മേഘാരൂഢനായി വേഗം വരുന്നവൻ, അവൻ്റെ വരവിനായും നമുക്ക് കാത്തിരിക്കാം, ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ ശക്തിക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട്, വാഗ്ദത്തനായിട്ട് കാത്തിരുന്നുകൊണ്ട്, രാജ്യത്തിനായി കാത്തിരുന്നുകൊണ്ട് പ്രാപിച്ച് യേശുവിൻ്റെ വരവിന് ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.